ഇടതുകോട്ടയായ പേരാമ്പ്ര മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് UDF. LDF കൺവീനർ കൂടിയായി TP രാമകൃഷ്ണൻ മൂന്നാം തവണ മത്സരത്തിനിറങ്ങുമ്പോൾ യുവരക്തമായ ഫാത്തിമ തെഹലിയാണ് മുസ്ലിം ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത്. M. മോഹനനാണ് NDA സ്ഥാനാർത്ഥി. കോഴിക്കോട് ജില്ലയിലെ അരിക്കുളം, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചെറുവണ്ണൂർ, കിഴരിയൂർ, കൂത്താളി, മേപ്പയ്യൂർ, നൊച്ചാട്, പേരാമ്പ്ര, തുറയൂർ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പേരാമ്പ്ര നിയമസഭാ മണ്ഡലം. രൂപീകരണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് LDF. 1980-ൽ VV ദക്ഷിണാമൂർത്തിയിലൂടെ പിടിച്ച മണ്ഡലം പിന്നീട് കൈവിട്ടു പോയിട്ടില്ല. AK പത്മനാഭൻ, NK രാധ, K കുഞ്ഞഹമ്മദ് എന്നിവർ 2 തവണ വീതം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചപ്പോൾ LDF കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ മൂന്നാം തവണ വിജയിച്ച് 4ാം അംഗത്തിനിറങ്ങുകയാണ്. സംസ്ഥാനത്തെയും മണ്ഡലത്തിലെയും വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് LDF സ്ഥാനാർത്ഥിയുടെ വോട്ടഭ്യർത്ഥന. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ തുടരും. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും വിജയം ആവർത്തിക്കും. ദേശീയപാതയുടെ വികസനം, മലയോര ഹൈവേ, തീരദേശപാത യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവമാണ്. സ്വന്തമായി വീടില്ലാത്ത മുഴുവൻ കുടുംബങ്ങൾക്കും വീട്, അത് കേരളത്തിൽ നടപ്പിലാക്കി ജനങ്ങളുടെ അനുഭവമാണ്. ദാരിദ്ര്യം പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ആ ശേഷിക്കുന്ന ദാരിദ്ര്യവും അത് കേവല ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യം ഇവിടെ ഒഴിവാക്കാൻ കഴിയും എന്നതാണ് ഈ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് ബോധ്യം. ഇത് ജനങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവമാണ്. കാലങ്ങൾക്ക് മുൻപേ കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാൻ യുവതലമുറയെയാണ് മുസ്ലിം ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ഫാത്തിമ തെഹലിയാണ് UDF സ്ഥാനാർത്ഥി. വികസന മുരടിപ്പും ജനകീയ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടിയാണ് തെഹലിയുടെ വോട്ടഭ്യർത്ഥന. നമുക്ക് നിവേദനമായിട്ട് എഴുതിയിട്ട് തരുന്നത് അതൊക്കെ പരിഗണിക്കുക. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ ആളുകൾ പറയുന്നുണ്ട് എങ്കിൽ എത്ര പുറകിലാണ് നമ്മളുള്ളത് എന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതിനൊത്ത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ആളുകളുടെ ഈ ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ആവേശത്തിന്റെ പിന്നിലുള്ളത്. വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ NDA മത്സരരംഗത്തുള്ളത്. M. മോഹനനാണ് BJP സ്ഥാനാർത്ഥി. മണ്ഡലത്തിലെ ശോചനീയാവസ്ഥ ഉയർത്തിക്കാട്ടിയാണ് BJPയുടെയും വോട്ടഭ്യർത്ഥന. മൂന്നാം തവണ മത്സരത്തിന് TP രാമകൃഷ്ണൻ തന്നെ രംഗത്തിറങ്ങുകയാണ്. അദ്ദേഹം ഒരു തവണ മന്ത്രിയായും ഒരു തവണ LDFൻ്റെ കൺവീനറായും ഭരണത്തിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ടായിട്ടും ഈ മണ്ഡലത്തിൽ വികസനമെത്തിക്കുന്നതിൽ സമ്പൂർണമായ പരാജയമാണ് MLA എന്നുള്ള നിലയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു താലൂക്ക് രൂപീകരിക്കണമെന്നുള്ളത് നിരവധി പ്രക്ഷോഭങ്ങൾ ആ താലൂക്കിന് വേണ്ടി നടന്നതുമാണ്. പക്ഷേ ഇന്ന് വരെ ആ താലൂക്ക് എന്ന ആ ജനങ്ങളുടെ ആ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. സാംസ്കാരികമായും കാർഷികപരമായും പ്രാധാന്യങ്ങൾ ഏറെയുള്ള മണ്ഡലത്തിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.